അപ്പോൾ മച്ചന്മാരെ, നമ്മൾ സ്വിച്ച് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു BR മാച്ച് സ്റ്റാർട്ട് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ BR പുഷിങ്ങിലൂടെയാണുള്ളത്, ബട്ട് ഇതിലൊരു ചാലഞ്ച് വെച്ചാണ് നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എടുക്കുന്ന ഗണ്ണ് വെച്ച് നമ്മൾ ഈ കളി അടിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗെയിം പ്ലേയിൽ നമ്മൾ ഇവിടെ വന്ന് കീനപ്പം തന്നെ നമ്മളപ്പുറം തന്നെ ഒരു ചെക്കൻ ആണ്ട് കീണിട്ടുണ്ടായിരുന്നു. നേരെ താഴേക്ക് നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഗണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ മറ്റേ എക്സം ആയിരുന്നു. നമ്മൾ ഒന്നും നോക്കില്ല, ജീവനോട് ഡ്രാഗ് ചെയ്ത് അവൻ്റെ തലം മാണ്ട അടിച്ച് പൊട്ടിച്ചതിന് ശേഷം അവൻ്റെ അടുക്ക് പോയിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ മറ്റേ ഈ ഗണ്ണ് എടുത്താൽ ഇനി തിരിച്ചറിയാൻ പറ്റില്ല. ആ കീനപാട് ഞാൻ എടുക്കാത്തതുകൊണ്ട് ആ ഗണ്ണ് നമുക്ക് ചാടാം. അപ്പോൾ ആ ഗണ്ണിന് വേണ്ട. അപ്പോൾ നമുക്ക് ഈ എക്സം വെയിറ്റും M4 വേണം വെച്ച് കളിക്കുക. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സ്പോട്ട് മാറ്റിയപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പോട്ടും കാര്യങ്ങളൊക്കെ മാറ്റി നോക്കുമ്പോൾ ഒരു ചെക്കൻ M10 ചെറിയ കുത്തിപ്പൊടി നമ്മൾ ഇച്ചിരി 100-120 ലൈഫിലാണ് നമ്മൾ അവനെയും ആണ്ട് അടിച്ച് നോക്കുന്നറിയുന്നു. ഗൈസ്, ഈ സ്കോഡിലല്ല, സോളോ ആണ്. അപ്പോൾ നമ്മൾ അവരെയും കാര്യങ്ങൾക്ക് തീർച്ചതിന് ശേഷം പുറത്തേക്ക് അവൻ്റെ ലൂട്ട് എടുക്കാൻ വിചാരിച്ച് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു അടി വന്നത്. നമ്മൾ പിന്നെ അവൻ്റെ ലൂട്ട് നല്ല മെഡിക്കലും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവൻ്റെ അടുത്തുനിന്ന് ആകെ ഒരു മെഡിക്കറ്റ് കിട്ടി. നമ്മൾ എക്സാമിട്ടാണ് ഫ്രണ്ട് ആയിട്ടാണ് വെച്ചാൽ നമ്മൾ ബാക്കിൽ നോക്കുമ്പോൾ ആ എനിമി തന്നെ ബാക്കിൽ കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല, ഡ്രാഗ് അയച്ചപ്പോൾ അവന് 17 ഡാമേജ്. അപ്പോൾ നമ്മൾ ബ്ലൂ വാളും കാര്യങ്ങളൊക്കെ തീർന്ന് നമ്മൾ നേരെ ബാക്കിലോട്ട് കൈക്കൊണ്ട് ഒരു സ്പൈഡർ വന്ന് നമ്മൾ പിടിച്ചായിരുന്നു. എല്ലാം കഷ്ടത്തിനാണല്ലോ ഗൈസ്. നമ്മളിപ്പോൾ ചാവും എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് മിനിയൂസ് നമ്മളെ കയ്യിലുണ്ടായ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ വെസ്റ്റൊക്കെ റീകവർ ചെയ്ത് ആ എനിമി ആണെങ്കിൽ പൊട്ടൻ ഗ്ലൂവാൾ അവനിക്കില്ല. ബട്ട് അവൻ ഗ്ലൂ ഇടുമില്ല. പക്ഷേ അവൻ ഗ്ലൂ ഇടുമുണ്ടെങ്കിൽ പക്ഷേ അവൻ ഇട്ടില്ല. അതുകൊണ്ട് നമ്മളവനെ ഈസിക്ക് കുത്തിപ്പിടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്ത എനിമി നോക്കുവാണെങ്കിൽ ഈ വീട്ടിലാണ്ട് അവരേ നോക്കി പിടി അവൻ ചാനില്ല. ഇതിൻ്റെ റീലോഡിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് എടുത്തപ്പോൾ അവൻ റീലോഡിങ് തന്നെ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് കവറും കാര്യങ്ങൾ എടുത്ത് നമ്മൾ ബാക്കിലോട്ട് ഫ്രണ്ട് കയറിയിട്ട് അവൻ അടിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവൻ കഴിഞ്ഞില്ല. ഒറിയോണിട്ട് ഒരു കുറച്ച് മൂന്ന് വിധം ഡാമേജൊക്കെ കൊടുത്ത് അതിനുശേഷം ബാക്കിലോട്ട് കയറിയായിരിക്കുമ്പോൾ അവൻ അവിടെ വെറുതെ തുള്ളി അടിക്കുകയാണ്. അവൻ്റെ ഗ്ലൂവാൾ പൊട്ടിക്കാന്ന് വെച്ചിട്ട് ഒന്നും ഇതായിട്ടില്ല. അപ്പോൾ തന്നെ അവൻ്റെ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചപ്പോൾ അവൻ നല്ല ഡാമേജ് കാര്യം കൊടുത്തപ്പോൾ പുറത്തുനിന്ന് അടിച്ചപ്പോൾ അവൻ്റെ ഫുൾ റെഡും കാര്യങ്ങളൊക്കെ അടിച്ച് അവനെ അണ്ണാക്കി കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആടുന്ന സ്പോട്ടും കാര്യങ്ങളും മാറ്റിയതിന് ശേഷം ഇവിടെ ആണെങ്കിൽ എനിമിയൊക്കെ എന്തിലൊക്കെ നടക്കണ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. 5-6 എനിമിയുള്ള പോലെ ഒക്കെ തോന്നുന്നുണ്ട്. നമുക്ക് നേരെ വീടിങ്ങനെ ഒന്ന് പതുങ്ങി നിന്നാലോ. അപ്പോൾ നമ്മൾ കുറച്ച് മിനിയൂസിൻ്റെ മറ്റേ ഏമും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ജമ്പ് ചെയ്ത് താഴേക്ക്. അപ്പോൾ ഈ ഒച്ച പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ടോപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും വിചാരിച്ചു ഞാൻ നേരെ കണ്ട് ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൻ്റെ ടോപ്പിൽ കയറി നോക്കുമ്പോൾ ബാക്കിൽ തന്നെ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പോരാതെ തന്നെ അവിടെ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേലും അല്ല താഴേക്ക് ഈ വേണമെങ്കിൽ ഒടുക്കത്തെ വച്ച അവൻ്റെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലോട്ട് നോക്കിയിട്ട് അറിഞ്ഞു. പിന്നെ സോൺ അപ്പുറത്തേക്ക് കടക്കുക, പെട്ടെന്നിട്ട് ബാക്ക് നൽകുന്ന ചാവാണ്ട് സോൺ കടന്നിട്ട് മതി എന്നെല്ലാം വിചാരിച്ചിട്ട് നേരെ നമ്മൾ ആ ലംബോർഗിൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ പോവാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. ലൈഫാണിന്ന് ഓടിക്കുന്നുണ്ട്. അപ്പം ബാക്ക് നമ്മളെ വണ്ടിക്ക് ഒരേ അടി അടിക്കുന്നു. നമ്മൾ വെഡടിച്ചുകൊണ്ട് തന്നെ ഓടിപ്പോയി അവിടെ കവർ എടുത്തതിന് ശേഷം ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് ഇവനാരോ ഫിനിഷ് ചെയ്തായിരുന്നു. എല്ലാം അവൻ്റെ ഗ്ലൂവും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ആ വണ്ടി എടുത്ത് അവൻ്റെ ഇതിലോട്ട് ലോങ് അടിക്കായിരിക്കുമ്പോൾ അവനെ ബാക്ക് ചെയ്തു എനിമി അടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ആ എനിമിനെ നല്ല ഡ്രാഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഹെഡ് ഷോട്ട് കയറുന്നില്ല. അവൻ ഗ്ലൂവും കാര്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫ്ലാഷ് എറിഞ്ഞപ്പോൾക്ക് അവൻ അവിടെ നിന്ന് എല്ലാം ഓടിപ്പോയിട്ട് മറ്റേ ഓടുന്ന പാറിട്ട് ഓടിപ്പോയിട്ട് ഗ്ലൂ ഇട്ട് പിന്നെയും അവൻ കുറച്ചും കൂടിയും കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി മോൺസ്റ്റർ ട്രക്ക് എറിഞ്ഞിട്ട് അവിടത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം വെച്ചിട്ട് അങ്ങനെ നേരെ റഷ് ചെയ്യുമ്പോൾ അവനായിട്ട് കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ ചാവുന്ന ഉറപ്പായിക്കൊണ്ട് ഞാൻ ഒന്ന് മോൺസ്റ്റർ ട്രക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളൊക്കെ വന്നപാട് നമ്മൾ ആ വണ്ടിയില്ലാത്ത കയറിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗ്ലൂ പൊട്ടിച്ചപ്പോൾ തന്നെ എൻ്റെ വണ്ടി സ്ലോ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചാടിക്കുന്നതിന് ശേഷം ഈ വീടിനകത്ത് കയറി ഇതിൻ്റെ മേലെ എണ്ണുള്ളതെന്ന് പറഞ്ഞപ്പോൾ മെല്ലെ മിനിയൂസ് ചെയ്തത് മെല്ലെ കയറിപ്പോയിട്ട് ഒരേ അടിയാവും ചത്തിട്ടില്ല എന്നുള്ള വിധത്തിലാണ് അടിച്ചത്. ഇതിൻ്റെ റീലോഡിങ് ടൈം കൊണ്ട് അവന് നോക്കാൻ തന്നെ അവ ഇതിട്ടിട്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ ബോംബ് എറിയാം. ബോംബ് എറിഞ്ഞപ്പോൾ
ഞാൻ ചാവും മരിച്ച് നോക്കുമ്പോൾ അറിയുന്ന അവർ താഴേക്ക് കണ്ടു തുള്ളി. അപ്പോൾ ബോംബാടുന്ന് പൊട്ടി. പെട്ടെന്ന് ഒരുത്തം മാഗ് കൊടുത്താണ്ട് ഇങ്ങോട്ടൊക്കെ ഒറ്റ വരുത്തം അങ്ങോട്ട് വരുന്നു. നല്ല ഡിമിത്രിയും കാര്യങ്ങളൊക്കെ ഇട്ട് ബോംബ് പറഞ്ഞപ്പോൾ വിചാരിച്ച് നമ്മളെ ഇതിനകത്തേക്കാണ് ബോംബ് വരുന്നത്. അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ നമ്മൾ മറ്റേ ഇത് റീകവർ ചെയ്ത് ഗ്ലൂ പൊട്ടിക്കാൻ നോക്കുമ്പോൾ കവും കഴിഞ്ഞില്ല. പിന്നെ ഒന്നും നോക്കില്ല. ആ പച്ച സാധനങ്ങളുണ്ട് ഗ്ലൂ ആൾ റിമൂവർ പറഞ്ഞ് നേരെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയതിന് ശേഷം ഇതിന് മേലെ എനിമിയുടെ കുറച്ച് മിനിയൂസ് പിടിച്ച് തുള്ളിപ്പോയപ്പോൾ ഒരു എനിമിയുടെ കുറച്ച് മിനിയൂസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഇതിൻ്റെ അകത്തോട്ട് തുള്ളി ജനലിൻ്റെ അകത്തോട്ട് തുള്ളിയപ്പോൾ ബാക്കിൽ ഫ്രണ്ടിലടി ഏടെ പോകണമെന്നൊന്നും തിരിയാത്തതുകൊണ്ട് തന്നെ നേരെ നമ്മൾ മോൺസ്റ്ററൊക്കെയുള്ള ഭാഗത്തേക്ക് പോയപ്പോൾ അവർ നടക്കുന്ന ഒച്ച കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊന്ന് ഇവിടെ കവർ ചെയ്ത് നോക്കിയപ്പോൾ അതിലോട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് അടിക്കേക്ക് കൊണ്ടിട്ടില്ല, പിന്നെ കൊണ്ടിട്ടില്ല. നമ്മൾ ആകെ മരിച്ചെന്നുള്ളൊരു രീതിയിലാണ്. പിന്നെ മോൺസ്റ്ററൊക്കെ ആണെങ്കിൽ ചെറുങ്ങനെ അവനൊന്ന് കുത്തിയിട്ട് എക്സമേറ്റെടുത്ത് കുത്തിപ്പിടിച്ച് കൊല്ലാന്ന് വിചാരിക്കും. ആവും കഴിഞ്ഞിട്ടില്ല. മെല്ലെ മെല്ലെ ബാക്കോട്ടേക്ക്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പൊട്ടത്തരം നടന്നൊരു സംഭവം. ഞാൻ എന്തിനാ മേലേക്ക് പോയതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ചാലഞ്ചിങ് കാര്യങ്ങൾക്ക് പുറത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ സ്വിച്ച് ഗെയിമിംഗ് സൈൻ ഔട്ട്.